ഹലോ. അപ്പോൾ ഒരു അവധി ദിവസം വന്നാൽ എല്ലാവരും എന്താ ചെയ്യുക? കുറേ നേരം വീട്ടിലിരുന്ന് നേരം കളയൂലേ? അങ്ങനെ കുറേ നേരം വീട്ടിലിരുന്ന് നേരം കളഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. അപ്പോൾ എങ്ങോട്ട് പോവാമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ലേക്കാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. ഷാമീർപേട്ട് ലേക്ക് കേട്ടോ. ഇത് ഹൈദരാബാദ് സിറ്റിയുടെ നോർത്ത് പാർട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ലേക്ക് കാണാൻ വേണ്ടി വന്നു. ഈ ലേക്കിലേക്ക് വന്നപ്പോൾ നല്ലൊരു സൺസെറ്റിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു, മീനിനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചൂണ്ടയൊന്നും കൊണ്ടുവരാഞ്ഞുകൊണ്ട് ഞങ്ങൾ മീൻ പിടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് വിനോദമായിട്ടുള്ള ഈ വെള്ളത്തിൽ കല്ലെറിഞ്ഞ് കളിക്കലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ ലേക്ക് എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ലേക്കാണ് കേട്ടോ. അതിനെ ഷാമീർപേട്ട് ലേക്ക് എന്നാണ് പറയുക. ഇതിന് തെലുങ്കിൽ പെള്ളച്ചെരുവ് എന്നും പറയും. ഇത് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ലേക്കാണ്. ഒരു നിസാം രാജാവായിട്ടുള്ള മെഹബൂബ് അലി പാഷയാണ് ഈ ലേക്കിനെ ഒരുപാട് ഫേമസ് ആക്കിയത്. അദ്ദേഹത്തിൻ്റെ ഗസ്റ്റിനെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാറുണ്ടായിരുന്നു ഇതുപോലെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഈ ലേക്ക് ഈ ഹൈദരാബാദിൽ നമുക്ക് വലിയൊരു പുഴയുണ്ട്, മൂസി എന്ന് പറഞ്ഞിട്ട്. ആ പുഴയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഫ്ലഡിനെ നമുക്ക്, അതായത് വെള്ളപ്പൊക്കം നമുക്ക് തടയാൻ പറ്റും ഈ ലേക്ക് കാരണം. പക്ഷേ ഇപ്പോൾ അത്ര വലിയതായിട്ടൊന്നും ഈ ലേക്കില്ല. ഇപ്പോൾ ഒരു 40% മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ ഇവിടെ. ഈ ലേക്കിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. ബിറ്റ്സ് പിലാനി ഉണ്ട്, നൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫേമസ് കോളേജസ് ഉണ്ട് ഇവിടെ. പിന്നെന്താ, ഇവിടെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കല്ലെറിഞ്ഞ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ. ഒരുപാട് കിളികളൊക്കെ വരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറച്ച് കിളികളെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ചു. പിന്നെ കുറച്ച് സമയം ഈ വെള്ളത്തിൽ കളിച്ചു. ഈ വെള്ളം അത്ര പൊല്യൂട്ടഡ് ഒന്നും അല്ല, വെള്ളം കുഴപ്പമൊന്നുമില്ല, ഒരുപാട് കുറച്ച് നേരം കളിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഇതേ കണ്ടോ, നിങ്ങൾക്ക് അവിടെ പക്ഷികളെയൊക്കെ കാണാൻ സാധിക്കും. കുറേ പക്ഷികളൊക്കെ അവിടെ കൂട്ടിലേക്കൊക്കെ പറന്നു പോകുന്നൊരു സമയമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു രസമുണ്ടായിരുന്നു. ഞങ്ങൾ റൈറ്റ് ടൈമിലാണ് വന്നത്. അതൊരു സൺസെറ്റിൻ്റെ സമയത്ത് തന്നെ വന്നു. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ലേക്കിൻ്റെ അടുത്തായിട്ട് ഇതുപോലത്തെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ലേക്ക് വ്യൂ ആസ്വദിക്കാം. അവിടെ നമുക്കൊരു അമ്പലം കാണാം. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു അമ്പലമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ എഴുതി വച്ചിരിക്കുന്ന ബംഗാരു തെലങ്കാന എന്നാണ്, എന്ന് വെച്ചാൽ ഗോൾഡൻ തെലങ്കാന. അപ്പോൾ ഗവൺമെൻറ്റ്സ് ഇതിന് ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലേക്ക് വ്യൂ ആണിത്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഹൈദരാബാദിലെ ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിനായിട്ടുള്ള പിസ്ത ഹൗസിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. പിസ്ത ഹൗസിൽ കയറിയിട്ട് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ ഒരു ഹലീം സീസൺ ആണല്ലോ. ഇപ്പോൾ റംസാൻ്റെ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല ഹലീം കിട്ടും. ഞങ്ങൾ ഹലീമൊന്നും വാങ്ങിച്ചില്ല. ഈ വർഷത്തെ ഹലീം ഞങ്ങൾ ഓൾറെഡി കഴിച്ചു. ഞങ്ങൾ കുറച്ച് ചായയും അതുപോലെ തന്നെ ഉസ്മാനിയ ബിസ്ക്കറ്റും കഴിച്ചിട്ട് അവസാനിപ്പിച്ചു കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. നല്ലൊരു സെറ്റപ്പാണ്, അടുത്തൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ഈവനിങ് വ്ളോഗ്.